അധ്യായം 44. ഒരു കിസ്. കിരണിനെ പോലീസ് കൊണ്ടുപോയതിനു ശേഷം ഹേമന്ത് നീലിമയെ നോക്കി. നീലിമ വളരെ അവശയായിരുന്നു. അവൾക്ക് കണ്ണുകൾ പൂർണ്ണമായി തെളിയാത്തതുപോലെ തോന്നിയതുകൊണ്ട് ഇടയ്ക്കിടെ കണ്ണുകൾ അവൾ അടച്ചു തുറക്കുന്നുണ്ടായിരുന്നു. ഹേമന്തിന് അവളെ കണ്ടപ്പോൾ സങ്കടം തോന്നി. നീലിമ എത്ര നല്ലവളാണെന്ന് ഹേമന്തിനറിയാം. അവളെപ്പോലൊരു പെണ്ണ് ഇത്തരം സാഹചര്യത്തിൽ വന്ന് പെട്ടാൽ എത്രത്തോളം ഭയന്ന് കാണുമെന്ന് അവൾ ഊഹിച്ചു. നീലിമയുടെ ശരീരം എപ്പോഴും ഭയത്തിൽ വിറക്കുന്നുണ്ട്. ദേഹമാകെ വീർത്തിരുന്നു. ഹേമന്ത് നീലിമയുടെ അടുത്തേക്ക് ചെന്ന് തട്ടി വിളിച്ചു. നീലിമ, പേടിക്കണ്ടാട്ടോ, തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഹേമന്ത് വിളിച്ചത് കേട്ട് നീലിമ ഉണരാൻ ശ്രമിച്ചുവെങ്കിലും കണ്ണുകൾ തുറന്നു എന്നല്ലാതെ അവൾക്ക് പൂർണ്ണമായും ബോധത്തിലെത്താൻ കഴിഞ്ഞില്ല. അവൾ ഉണരാത്തത് കണ്ടപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ഹേമന്ത് അവളെ എടുത്തു പൊക്കി. നീലിമ ഉടനെ അവന്റെ കഴുത്തിൽ കൈവച്ച് അവനെ ചുറ്റിപ്പിടിക്കാൻ ശ്രമിച്ചു. ഹേമന്ത് അവളെ തടയാൻ ശ്രമിച്ചുവെങ്കിലും നീലിമ അവന്റെ കഴുത്തിൽ കൈ മുറുക്കെ പിടിച്ചു. അവൾ വല്ലാതെ ഭയന്ന് കാണുമെന്നും മരുന്നിന്റെ മയക്കം വിട്ടുമാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഹേമന്ത് പിന്നെ അവളെ തടഞ്ഞില്ല. അവൻ നീലിമയെയും എടുത്ത് സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് നടന്നു. മാനേജർ പുറകെ നടന്നു വരുന്നുണ്ടായിരുന്നു. അയാളുടെ മനസ്സിൽ സിദ്ധാർത്ഥ് തന്റെ ജോലി കളയുമോ എന്ന് പേടിയുണ്ട്. നീലിമയുടെ കൈകൾ വീണ്ടും കഴുത്തിൽ മുറുകുന്നത് കണ്ടപ്പോൾ ഹേമന്ത് മനസ്സിൽ പറഞ്ഞു, ഇവളെന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചത് കലിപ്പം കണ്ടാൽ എന്റെ കഴുത്ത് തന്നെ വെട്ടുമല്ലോ ഈശ്വര. പക്ഷെ നീലിമ ഇതൊന്നും ബോധപൂർവം ചെയ്യുന്നതല്ല എന്ന് അവന് മനസ്സിലായിരുന്നു. ഹോട്ടൽ ലോബിയിൽ വെയിറ്റ് ചെയ്യുകയായിരുന്ന സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ഹേമന്ത് ചെന്നു. അവൻ നീലിമയെ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖമൊന്നു മാറി. പക്ഷേ ആ സമയത്തെ സാഹചര്യത്തിന്റെ പ്രാധാന്യം അറിയാവുന്നത് കൊണ്ട് സിദ്ധാർത്ഥും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അവൻ ഉടനെ നീലിമയെ ഹേമന്തിന്റെ അടുത്തു നിന്നും തന്നോട് ചേർത്ത് പിടിച്ചു. അവളുടെ കാലുകൾ കുഴയുന്നത് കണ്ടപ്പോൾ അവളെ എടുത്തു പൊക്കി. ഇവളെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. സിദ്ധാർത്ഥ് പറഞ്ഞു, അതെ, നീയാ ഇവളുടെ ഭർത്താവ്, ഞാനല്ല, വേണേം കൊണ്ടുപോകാൻ നോക്ക്. ഹേമന്ത് സിദ്ധാർത്ഥ് എന്തു പറയുമെന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞത്. സിദ്ധാർത്ഥ് അത് കേട്ട് അവനെ രൂക്ഷമായി നോക്കി. പറഞ്ഞത് കേൾക്കാൻ പറ്റിയില്ലേ, നീ അത് പറഞ്ഞാ മതി, സിദ്ധാർത്ഥ് പറഞ്ഞു. അവന്റെ നോട്ടം കണ്ട ഹേമന്ത് ഉടനെ പറഞ്ഞു, ഞാൻ കൊണ്ടുപോവാം, നീ വരുന്നുണ്ടോ? പിന്നെ ഞാൻ വരാതെ അവളെ തനിച്ചു വിടുമെന്ന് തോന്നുന്നുണ്ടോ? സിദ്ധാർത്ഥ് പറഞ്ഞു. ഹോ, സിദ്ധു സാർ അപ്പൊ അവളെ തനിച്ചാക്കില്ലെന്നൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. കൊള്ളാം, ഹേമന്ത് മനസ്സിൽ പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ ദേഷ്യം അറിയാവുന്നത് കൊണ്ട് അവനത് പുറമെ കാണിച്ചില്ല. ഹേമന്ത് ചിരിക്കുന്നത് കണ്ട സിദ്ധാർത്ഥ് അവനെ നോക്കി, വണ്ടിയിൽ കയറാൻ നോക്ക്, അവൾക്ക് ഇപ്പോഴേ വയ്യ. സിദ്ധാർത്ഥ് നീലിമയെ കാറിൽ ചാരിയിരുത്തി പറഞ്ഞു. ഹേമന്ത് അവന്റെ മാറ്റങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് നീലിമയോടൊപ്പം പിന്നിലേക്ക് കയറി. ഹേമന്ത് ഡ്രൈവിംഗ് സീറ്റിലേക്കും കയറി. സിദ്ധാർത്ഥിന്റെ മടിയിൽ നീലിമ ചാഞ്ഞു കിടന്നു. സിദ്ധാർത്ഥ് അവളെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചു. ഇതെല്ലാം ഹേമന്ത് കാണുന്നുണ്ട്. മിസ്റ്റർ കലിപ്പൻ, ഇത് കൊള്ളാമല്ലോ, ഇപ്പൊ ഒന്നും പറയണ്ട, അവസരം വരട്ടെ, അല്ലേല് നടുറൂട്ടിൽ മറക്കിവിടാൻ മടിക്കില്ല, ഹേമന്ത് മനസ്സിൽ പറഞ്ഞു. നീലിമയുടെ മുഖം പാടിയതും നോക്കി സിദ്ധാർത്ഥ് സങ്കടത്തോടെ ഇരുന്നു. എന്തിനാണെന്നറിയാത്തൊരു വേദന അവന്റെ മനസ്സിൽ അവൻ അറിയാതെ തോന്നുന്നുണ്ടായിരുന്നു. നീലിമയുടെ ശരീരത്തിന് പൊള്ളുന്ന ചോറുണ്ട്. അവൾ നന്നായി ഭയന്നത് പോലെ സിദ്ധാർത്ഥിന് തോന്നി. അവൻ അവളെ നോക്കി നിൽക്കെ നീലിമ തന്റെ കൈ നീട്ടി സിദ്ധാർത്ഥിന്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. അവന് നന്നായി വേദനിച്ചുവെങ്കിലും അവൻ പ്രതികരിക്കാതെ അവളുടെ കൈ പതുക്കെ എടുത്ത് താഴ്ത്തി. അതെല്ലാം കണ്ട് അമ്പരന്ന് പോയി ഹേമന്ത്. ആരെങ്കിലും ഒന്ന് ദേഹത്ത് തൊട്ടാൽ ചാടിക്കടിക്കാൻ വരുന്ന സിദ്ധു തന്നെയാണോ ഇത്? ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കോ? ഹേമന്ത് ചിന്തിച്ചു. അവന്റെ ചുണ്ടിൽ അപ്പോഴേക്ക് ഒരു ചിരി ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥ് വീണ്ടും നീലിമയെ നോക്കി. അവളുടെ മുഖമെല്ലാം ചുവന്നു വിയർത്തിരുന്നു. അവളുടെ ശരീരത്തിലെ വിയർപ്പ് സിദ്ധാർത്ഥിന്റെ ദേഹത്തും പടർന്ന് അവനാകെ മുഷിഞ്ഞിരുന്നു. നീലിമ മയക്കത്തിലെന്ന പോലെ എന്തൊക്കെയോ പുലമ്പുന്നത് കേട്ടു സിദ്ധാർത്ഥ് അവളെ സ്നേഹത്തോടെ നോക്കി. ഓ, അപ്പോ ഏത് കൽപ്പനയും മാറ്റിയെടുക്കാൻ ഒരു പെണ്ണു മതിയെന്ന് പറയുന്നത് വെറുതെയല്ല, ഹേമന്ത് പറഞ്ഞു. സിദ്ധാർത്ഥ് അപ്പോൾ നീലിമയുടെ ചുണ്ടുകളിൽ നോക്കി നിൽക്കുകയായിരുന്നു. ചുണ്ടുകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. നീലിമ പെട്ടെന്ന് ദേഹം തണുത്തതുപോലെ സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചു കിടന്നു. അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ സിദ്ധാർത്ഥ് ഞെട്ടിപ്പോയി. ഒരു നിമിഷത്തെ ആവേശത്തിൽ അവൻ അറിയാതെ നീലിമയുടെ ചുണ്ടുകളിൽ ചുണ്ട് ചേർത്തുപോയി. നീലിമ അവന്റെ കണ്ണുകളിലൊന്ന് നോക്കി. അവൾക്ക് അപ്പോഴും ബോധമില്ലാത്ത അവസ്ഥയായിരുന്നു. മറ്റേതോ സ്വപ്നം കാണുന്നത് പോലെയാണ് നീലിമ സിദ്ധാർത്ഥിന്റെ ചുണ്ടുകളിൽ ചുംബിക്കുന്നത്. സിദ്ധാർത്ഥ് അവളെ കൂടുതൽ തന്നോട് ചേർത്ത് പിടിച്ചു. അപ്പോൾ ഹേമന്ത് കണ്ണു തള്ളി ഈ കാഴ്ച നോക്കി മതി മറന്നിരിക്കുകയായിരുന്നു. ഓ ഗോഡ്, ഞാൻ എന്തീ കാണുന്നേ? റൊമാൻസോ? ഇവനോ? നോ വേ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഏതൊരു പെണ്ണിനെ ലവ് ലെറ്റർ ഇവനെ കൊണ്ട് കൊടുത്തതിന് എന്നെ ഓടിച്ചിട്ട് തല്ലിയവനാ ഇപ്പൊ ഇരുന്ന് കിസ്സടിച്ച് കളിക്കുന്നത്, ഹേമന്ത് മനസ്സിൽ പറഞ്ഞു. താൻ നീലിമയെ ചുംബിക്കുന്നത് ഹേമന്ത് കണ്ടെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് അവളിൽ നിന്നും മാറി. നീ എങ്ങോട്ട് നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഞാനൊന്നും കണ്ടില്ലേ, ഹേമന്ത് പറഞ്ഞു. ഇത്തവണ സിദ്ധാർത്ഥ് ദേഷ്യപ്പെട്ടില്ല. അവന്റെ ചുണ്ടിൽ നേരിയ ചിരി വീഴുന്നത് ഹേമന്ത് കണ്ടു. അപ്പോൾ അവന്റെ മുഖത്തും ആ ചിരി പടർന്നു.
അവർ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നീലിമയെ സിദ്ധാർത്ഥ് തന്നെ എടുത്തുകൊണ്ടുപോയി ഏഷ്യാനെറ്റിൽ കൊണ്ടുചെന്നാക്കി. അവിടെ അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ അവനെ കണ്ട് അടുത്തേക്ക് വന്നു. അയാൾ സിദ്ധാർത്ഥിന്റെ മുഷിഞ്ഞ കോലം കണ്ട് അവനെ അടിമുടി നോക്കി. സിദ്ധാർത്ഥിനെ ആ രൂപത്തിൽ അയാൾ ആദ്യമായി കാണുകയായിരുന്നു. സിദ്ധാർത്ഥ്, നീ ഓക്കെയല്ലേ? ഡോക്ടർ ചോദിച്ചു. ഞാൻ ഓക്കെയാണ്. ഈ കുട്ടിക്ക് ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് ചേർത്ത് ആരോ കൊടുത്തതുകൊണ്ട് ഇപ്പോൾ ബോധമില്ല. ഡോക്ടർ, ഇവൾക്കൊന്നും സംഭവിക്കരുത്. ഒന്ന് വേഗം നോക്കാമോ? സിദ്ധാർത്ഥ് അത്ര വെപ്രാളത്തോട് സംസാരിക്കുന്നത് ആദ്യമായി കണ്ട അത്ഭുതത്തിലായിരുന്നു. ഡോക്ടറും ഹേമന്തും. ഡോക്ടർ, ഞാൻ നോക്കാം. ഡോക്ടർ നീലിമയെ ചികിത്സിക്കാൻ അകത്തേക്ക് കയറിപ്പോയി. സിദ്ധാർത്ഥ് ഹേമന്തിന്റെ ഒപ്പം പുറത്തു കാത്തിരുന്നു. നീലിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സിദ്ധാർത്ഥ് കിരണിന് എന്ത് ചെയ്യുമെന്ന് പറയാൻ സാധിക്കില്ലെന്ന് ഹേമന്തിന് തോന്നി. കാരണം സിദ്ധാർത്ഥ് ഇവനെ ആർക്കും വേണ്ടി കാത്തിരിക്കാനോ ഹോസ്പിറ്റലിൽ വരാനോ താല്പര്യം കാണിക്കുന്ന ആളല്ല. ലാവണ്യ അവനെ കാത്തിരിക്കുന്നത് വെറുതെയാണെന്ന് ഹേമന്ത് മനസ്സിലാക്കി. ഇവന് നീലിമയോട് ശരിക്കും പ്രേമമാണെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ ലാവണ്യയോട് പോയി പറഞ്ഞാ ഇവനെന്നെ കൊല്ലും. പറഞ്ഞില്ലേ, അവള് പിന്നെ സിദ്ധുവിനെ വിളിച്ചോണ്ട് പിന്നാലെ ചെല്ലും. ഇപ്പൊ എന്താ ഒരു വഴി? ഇവനോട് തന്നെ ഇതിനെക്കുറിച്ച് തുറന്നു ചോദിച്ചാലോ? ഹേമന്ത് ആലോചിച്ചു. അസ്വസ്ഥനായി നിൽക്കുന്ന സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ഹേമന്ത് ചെന്നു. സിദ്ധു, പിന്നെ അതൊക്കെ പോട്ടെ, നീ ശരിക്കും നീലിമയെ നിന്റെ ഭാര്യയായി കണ്ടു തുടങ്ങിയല്ലേ? നന്നായി. ഹേമന്ത് അവന്റെ മനസ്സറിയാൻ വേണ്ടി പറഞ്ഞു. സിദ്ധാർത്ഥ് അവന്റെ നേർക്ക് തുറച്ചു നോക്കി. നിനക്കത് അറിഞ്ഞേ പറ്റുമല്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചു. അങ്ങനെയല്ല. എന്നാലും നീ ഇങ്ങനെ ഓടി നടന്ന് അവൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സംതിങ് ഫിഷിംഗ്. ഹേമന്ത് പറഞ്ഞു. നടക്കട്ടെ. സിദ്ധാർത്ഥ് അപ്പോൾ അവനെ നോക്കി. നിനക്ക് വേറെ ഒരു പണിയും ഇല്ലല്ലേ? ഈ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പണി കിട്ടുമോ എന്ന് നോക്കൂ. ജോലി ചെയ്ത് ജീവിക്കുമ്പോ ഈ ഒഴിക്കലൊക്കെ നിൽക്കും. സിദ്ധാർത്ഥ പറഞ്ഞു. ഡാടാ, മതി, നിർത്തു. നീ എല്ലാവരും പൊട്ടന്മാരാണെന്നാ നിന്റെ വിചാരം? നീലിമ കണ്ണു തുറക്കാതെ കിടക്കുന്നത് കണ്ടപ്പോ നിന്റെ പരിഭ്രമം ഞാൻ കണ്ടതാണ്. എന്നോട് വേണ്ട സിദ്ധു അഭിനയം. ഹേമന്ത് പറഞ്ഞു. ഹേമന്ത്, നിർത്തി. നിന്റെ കാര്യം നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. അല്ലേ, നീ ഒരു കാര്യം ചെയ്യ്. ഹോസ്പിറ്റലിൽ ഞാൻ നിന്നോളാം, നീ തിരിച്ചു വെക്കും. സിദ്ധാർത്ഥ് ചെയറിൽ ചെന്നിരുന്നു കൊണ്ട് പറഞ്ഞു. അപ്പൊ കാര്യം കഴിയുന്നത് വരെ നിനക്ക് എന്റെ ഹെൽപ്പ് വേണം. ഇപ്പൊ ഞാൻ പുറത്തായി അല്ലേ? നടക്കട്ടാടാ, നന്നായിട്ടുണ്ട്. ഹേമന്ത് പറഞ്ഞു. നീ എന്തെങ്കിലും കോപ്പ് കാണിക്ക്, എന്നെ ഒന്ന് വെറുതെ വിട്. സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് ഹേമന്ത് സിദ്ധാർത്ഥിന്റെ അരികിൽ ചെന്നിരുന്നു. അവനോട് പിന്നെ ഹേമന്ത് കുറച്ചു സമയം ഒന്നും ചോദിച്ചില്ല. സിദ്ധാർത്ഥ് സമാധാനമായി എന്ന് ആശ്വസിച്ചിരിക്കെ ഹേമന്ത് ചോദിച്ചു. അല്ല, നീലിമയെ നീ ഭാര്യയെ അംഗീകരിച്ചില്ല എങ്കിൽ നിനക്കെന്തിനത്ര വെപ്രാളം? അത് കേട്ട് സിദ്ധാർത്ഥ് സ്വയം ആ കാര്യം ആലോചിച്ചു നോക്കി. ഹേമന്ത് ചോദിച്ചത് ശരിയാണ്. ഇത്രത്തോളം സ്നേഹം തോന്നാൻ നീലിമ തന്റെ ആരാണെന്ന് ഒരുപാട് വട്ടം മനസ്സിനോട് ചോദിച്ചതാണ്. ഉത്തരം കിട്ടിയില്ല. ഇവനോട് അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതും പറഞ്ഞു പിന്നെ കളിയാക്കാൻ തുടങ്ങും. സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു. എന്തേ, ഉത്തരമില്ലേ? ഹേമന്ത് ചോദിച്ചു. നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാതെ എന്റെ കാര്യങ്ങൾ ഇടപെടാൻ വരരുതെന്ന്. സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോഴും നീലിമ ഭാര്യയല്ലെന്ന് പറഞ്ഞില്ല എന്നുള്ള കാര്യം ഹേമന്തിനെ അത്ഭുതപ്പെടുത്തി. ഞാൻ ഇടപെടാൻ വരുന്നില്ല. എന്തായാലും നിനക്കവൾ വന്നതിൽ പിന്നെ നല്ല മാറ്റമുണ്ട്. കൊള്ളാം എന്തായാലും. ഹേമന്ത് ചെറിയ ചിരിയോടെ പറഞ്ഞു. എനിക്കൊരു മാറ്റവും ഇല്ല. നീ എല്ലാ സമയത്തും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞതുകൊണ്ടൊന്നും എന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാനും കഴിയില്ല. സിദ്ധാർത്ഥ് പറഞ്ഞു. ഇനി എന്തറിയാനാണ്, എനിക്കെല്ലാം മനസ്സിലായി മോനെ. നീ നീലിമയെ പ്രണയിക്കുന്നുണ്ട്. നിന്റെ ദുരഭിമാനം തുറന്നു പറയാൻ സമ്മതിക്കുന്നില്ല. സിദ്ധാർത്ഥ്, ഇപ്പോഴും വൈകിയിട്ടില്ല. ഞാനിതെല്ലാം നിന്റെ വീട്ടിൽ പറയട്ടെ? എല്ലാവരും അറിയത്തന്നെ നിനക്ക് നീലിമയെ ഭാര്യയായി സ്വീകരിച്ചൂടെ? ഹേമന്ത് ചോദിച്ചു. നിനക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? എപ്പോ നോക്കിയാലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. ഏത് നേരത്താണാവോ നിന്നോട് ഹെൽപ്പ് ചോദിക്കാൻ തോന്നിയത്? ഹേമന്തിനെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു. ഇപ്പൊ അങ്ങനെയൊക്കെയായി. നേരത്തെ നിന്റെ നീലിമയെ രക്ഷിക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഹേമന്ത് പറഞ്ഞു. അവൻ പറഞ്ഞ നിന്റെ നീലിമയെന്നുള്ള പ്രയോഗം സിദ്ധാർത്ഥിന് നന്നായി ബോധിച്ചു. അപ്പോൾ ഡോക്ടർ അവിടേക്ക് വന്നു. ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. വയർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മരുന്നിന്റെ മയക്കത്തിലാണ്. ഉണരാൻ സമയമെടുക്കും, ഡോക്ടർ പറഞ്ഞു. സിദ്ധാർത്ഥ് അത് കേട്ട് ആശ്വാസത്തോടെ അയാളെ നോക്കി. സിദ്ധാർത്ഥ് വേണമെങ്കിൽ റെസ്റ്റ് എടുത്തോളൂ. സിദ്ധാർത്ഥിന്റെ ക്ഷീണിച്ച കോലം കണ്ടതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. വേണ്ട ഡോക്ടർ, എനിക്കൊന്ന് കയറി കാണാമോ അവളെ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഹേമന്ത് അത് കേട്ട് ഡോക്ടറെ നോക്കി പുഞ്ചിരിച്ചു. പിന്നെ എന്താ സിദ്ധാർത്ഥ്, കയറി കണ്ടോളൂ. ഇപ്പോൾ മുറിയിലേക്ക് മാറ്റൂ. ഒരു ദിവസം ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ, ഡോക്ടർ പറഞ്ഞു. താങ്ക് യു ഡോക്ടർ, സിദ്ധാർത്ഥ് പറഞ്ഞു. ഡോക്ടർ അവിടെ നിന്നും പോയി. സിദ്ധാർത്ഥ് ഹേമന്തിനെ നോക്കി. ഹേമന്ത് കളിയാക്കുന്ന മട്ടിൽ അവനെ രൂക്ഷമായി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അവനെ നോക്കി പുഞ്ചിരിച്ചു. പിന്നീട് നീലിമയെ മുറിയിലേക്ക് മാറ്റി. സിദ്ധാർത്ഥ് അവളുടെ മുറിയിൽ കൂട്ടിരുന്നു. മല്ലികയെ വിളിക്കാൻ അവന് തോന്നിയില്ല. നീലിമയ്ക്ക് അപ്പോൾ അവിടെ താൻ തന്നെയാണ് ആവശ്യമെന്ന് അവന് തോന്നി. സിദ്ധാർത്ഥ് നീലിമയുടെ അരികിൽ ഒരു ചെയർ വലിച്ചിട്ടിരുന്നു.
മരുന്നിന്റെ മയക്കം കാരണം അവൾ ഉണരാൻ സമയമെടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. സിദ്ധാർത്ഥ് അവളുടെ കണ്ണുകളിൽ നോക്കി. നീലിമയുടെ കണ്ണുകളിൽ കണ്ണുനീർ പറ്റിയിരിക്കുന്നു. സിദ്ധാർത്ഥ് അത് തുടച്ചു കൊടുത്ത ശേഷം അവളുടെ കൈകളിൽ തടവി അല്പം കൂടി അരികിലേക്കിരുന്നു. ഒരു ദിവസം കൊണ്ട് നീലിമ വല്ലാതെ ക്ഷീണിച്ചതുപോലെ അവന് തോന്നി. ആ പെണ്ണ് ഈ പ്രായത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഓർത്തപ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ വേദന തോന്നി. നീലിമയുടെ കൈകളിൽ ക്ലിപ്പിട്ടിരുന്നു. സൂചി തറഞ്ഞ അവളുടെ കൈകൾ കണ്ടപ്പോൾ അവന് സങ്കടം തോന്നി. അവൾക്ക് വേദനിച്ചാൽ എനിക്കെന്തിനാണാവോ വിഷമം തോന്നുന്നേ? നീ എന്നെ ഒരുപാട് അടുപ്പമുള്ള ആരോ ആണെന്ന് എന്റെ മനസ്സ് പറയുന്നു. നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമ ഇതൊന്നും അറിയാതെ നല്ല മയക്കത്തിലാണ്. സിദ്ധാർത്ഥ് അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ അവളെ നോക്കി കാവലിരുന്നു. കിരണിനോടായിരുന്നു അപ്പോൾ അവന്റെ മുഴുവൻ ദേഷ്യവും. കിരൺ ഇത്രത്തോളം അതം പതിച്ചവനാണെന്ന് നേരിൽ കണ്ടപ്പോഴാണ് ശരിക്കും സിദ്ധാർത്ഥ് തിരിച്ചറിയുന്നത്. കിരൺ, നിനക്കിനി മാപ്പില്ല. എന്റെ പെണ്ണിന്റെ ദേഹത്താണ് നീ ഇന്ന് കൈവെക്കാൻ ശ്രമിച്ചത്. അതിനുള്ളത് നിനക്ക് ഞാൻ തരുന്നുണ്ട്. ഇനി നീ ഈ ചെറ്റത്തരം ആരോടും ചെയ്യില്ല. സിദ്ധാർത്ഥ് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. തന്റെ മനസ്സിൽ അപ്പോൾ കിരണിനെ കുറിച്ച് പലരും പറഞ്ഞ പരാതികൾ തെളിഞ്ഞു വന്നു. അന്ന് തന്നെ അവനെ പോലീസിൽ ഏൽപ്പിക്കേണ്ടതായിരുന്നു എന്ന് സിദ്ധാർത്ഥ് ചിന്തിച്ചു. ഏകദേശം 8 മണിക്കൂർ സമയം കഴിഞ്ഞാണ് നീലിമ ഉണരുന്നത്. മരുന്നിന്റെ ക്ഷീണവും തളർച്ചയും കാരണം അവൾക്ക് തളർച്ച വിട്ടുമാറിയതേയില്ല. തല അപ്പോഴും വേദനിക്കുന്നുമുണ്ട്. നീലിമ കണ്ണുകൾ തുറന്നു കിടന്നു. പെട്ടെന്നാണ് അവൾക്ക് കഴിഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്. ഏതോ മുറിയിൽ വെച്ച് കിരൺ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും അവന്റെ തല്ലുകൊണ്ട് താഴേക്ക് വീണതുവരെയുള്ള കാര്യങ്ങൾ വ്യക്തമായി അവൾക്ക് ഓർമ്മ വന്നു. താനിപ്പോൾ എവിടെയാണ് എന്നൊന്നും അവൾക്ക് കുറച്ചു നേരത്തേക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കണ്ണുകളിൽ മൂടൽ പോലെ ഉണ്ടായിരുന്നു. നീലിമ കണ്ണു തുടച്ചു നോക്കി. കാഴ്ച കുറച്ചൊക്കെ തെളിഞ്ഞു വന്നു. തന്നെ കിരൺ ഉപദ്രവിച്ചു കാണുമോ എന്നവൾ ഭയന്നുപോയി. ശരീരം തളരുന്നത് പോലെ തോന്നി. ഈശ്വര, എനിക്കെന്താ പറ്റിയത്? നീലിമ ആലോചിച്ചു നോക്കി. 5 വർഷം മുമ്പ് സംഭവിച്ച അതേ കാര്യങ്ങൾ തനിക്ക് സംഭവിച്ചോ എന്നായിരുന്നു അവളുടെ ഭയം. നീലിമ തന്റെ ശരീരം നോക്കി. അപ്പോൾ ഹോസ്പിറ്റലിൽ ധരിക്കുന്ന തരം വസ്ത്രമായിരുന്നു ദേഹത്തുണ്ടായിരുന്നത്. അവളുടെ ഗൗൺ കിരൺ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ കീറിപ്പോയിരുന്നു. നീലിമ ഉടനെ ചുറ്റും നോക്കി. അപ്പോഴാണ് അവൾക്ക് താനൊരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീലിമ ഞെട്ടിപ്പോയി. എന്തോ തനിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് ഉറപ്പായി. എനിക്കെന്താ പറ്റിയേ? നീലിമ ആരോടൊന്നില്ലാതെ ചോദിച്ചു. അപ്പോഴാണ് അവൾക്കരികിലിരുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നോക്കുന്ന സിദ്ധാർത്ഥിനെ അവൾ കാണുന്നത്. നീലിമയുടെ കണ്ണുകൾ അവനെ കണ്ടു വിടർന്നു. സിദ്ധാർത്ഥ് എങ്ങനെ ഇവിടെ എത്തി? അല്ല, എനിക്കെന്താ പറ്റിയേ? നീലിമ ആശങ്കയോടെ ചോദിച്ചു. സിദ്ധാർത്ഥ് അതിന് മറുപടി പറയാതെ അവളെ നോക്കി പുഞ്ചിരിച്ചു.